ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2392. ഇന്ന് ജൂലൈ മാസം 19-ാം തീയതി. ഈ ആണ്ടിലെ 200-ാമത്തെ ദിവസത്തിലെത്തി. ശരിക്കും ഈ മാനവരാശിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു വലിയ ചോദ്യമാണ്. എന്നെപ്പോലെ ഒരാൾ തീർച്ചയായും ചോദിക്കാനായിട്ട് ഉത്സാഹിക്കുന്നുമുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴാ ആ ചോദ്യം ഒന്ന് തിരുത്തി ശരിക്കും മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നില് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അത് കൂടുതൽ ഇങ്ങനെ രോഗാതുരമായി മാറിക്കൊണ്ടിരിക്കുക, വളർന്നുകൊണ്ടിരിക്കുക അല്ലേ? ഓരോ മനുഷ്യനും തങ്ങളുടെ ജീവിതം കൊണ്ട് അതിങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്, വെളിപ്പെടുത്തുന്നുണ്ട്. മനുഷ്യനെ അവന് നഷ്ടപ്പെട്ട പറുദീസയിലേക്ക്, അതിന്റെ നന്മകളിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് ദൈവം എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടാവും. അതുപോലെ മനുഷ്യരും ആഗ്രഹിക്കണ്ടേ സഹജീവികളെ അവരുടെ നന്മകളിലേക്കും പറുദീസയിലേക്കും തിരികെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന്. മനുഷ്യന്റെ മുറിവേറ്റ ആത്മാവിനെയും മനുഷ്യന്റെ മുറിവേറ്റ മനസ്സിനെയും മുറിവേറ്റ ശരീരത്തെയുമൊക്കെ എങ്ങനെയാണ് സുഖപ്പെടുത്താൻ പറ്റുക? ദിവ്യമായ ഒരു ഔഷധമുണ്ട് കേട്ടോ. അതിന്റെ പേര് കരുണയെന്നാണ്. വാസ്തവത്തില് കരുണ കൊണ്ട് വീണ്ടെടുക്കാവുന്ന നന്മകളെ മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. നല്ലൊരു ഞായർ ദിനമാണ്. കുറെ കൂടി സഹജീവികളോട് കാരുണ്യം കാട്ടാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അവനവനോടും കുറച്ച് അനുകമ്പയൊക്കെ തോന്നാനായിട്ട്, അവനവനോട് കുറച്ചുകൂടി അനുഭാവം തോന്നാനായിട്ട് കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാവൂ. വിശുദ്ധ വേദഗ്രന്ഥം പരിശോധിച്ചാല് ഉറപ്പിക്കാൻ പറ്റും, സ്നേഹത്തിന്റെ മറ്റൊരു പദമാണ് കരുണ. ദൈവം സമം സ്നേഹമെന്ന് എഴുതാൻ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നിർബന്ധിക്കുന്നുണ്ട്. എങ്കിൽ സ്നേഹം സമം കരുണ എന്നൊരു സമവാക്യവും നമുക്ക് വേദഗ്രന്ഥത്തിൽ നിന്ന് രൂപപ്പെടുത്താൻ പറ്റും. ദൈവം തനിക്ക് തന്നെ നൽകുന്ന വിശേഷണം പോലും ഇങ്ങനെയാണ്: ഞാൻ കാരുണ്യവാനാണ്, കൃപാനിധിയാണ്, കോപിക്കുന്നതില് വിമുഖനാണ്, സ്നേഹത്തിലും വിശ്വസ്തതയിലുമാവട്ടെ അത്യുദാരനാണ്, തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവനാണ്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൽ നിന്നാണ്. തീർച്ചയായും അവനവനോട് തന്നെ നമുക്ക് കുറെ കൂടി ഒന്ന് പുറത്ത് ആരംഭിച്ചാലോ, സഹജീവികളെ ഒന്നുകൂടി അനുകമ്പ കൊണ്ടും അനുഭാവം കൊണ്ടും കരുണ കൊണ്ടും ചേർത്ത് പിടിച്ചാലോ, അങ്ങനെയാവട്ടെ നല്ല ഞായറിനെ കുറെ കൂടി പ്രകാശിപ്പിക്കേണ്ടത്. ആമേൻ.